എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിയാണ് സമയം. ഗുഡ് മോർണിംഗ്. യൂഷ്വലി ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് ആൾക്കാരുടെ സമയം കളയാനും എന്റെ സമയം കളയാനും ഒക്കെ യൂഷ്വലി ചെയ്യാത്ത ഒരാളാണ്. ഇത് ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്നൊരു ആവശ്യകത പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിയമപരമായിട്ട് പോവാ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 80 വർഷമായി. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. എന്തായാലും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ 8 വന്നിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്, നമ്മുടെ ഓണം തന്നെയാണ്. എന്നാൽ അതുപോലെ മലയാളികൾ കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 8 വരവായിരിക്കുകയാണ്. ഇപ്പം തന്നെ അഗ്നി പരീക്ഷ സ്റ്റാർട്ട് ചെയ്ത് എപ്പിസോഡ് 1 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പറയത്തക്ക വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നില്ല. പിന്നെ ബിഗ് ബോസ് എല്ലാ പ്രാവശ്യം കണ്ടുകൊണ്ട് നമ്മുടെ അഭിപ്രായം പറയുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. ആദ്യം തന്നെ എനിക്ക് മറ്റേ ലോകത്തിൻ ഗതി അറിയാതെ ആ ഒരു BGM ഒക്കെയാണ് താല്പര്യം. ഒരു BGMൽ എന്തൊക്കെയോ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മാരാറ്, രഞ്ജിനി ഹരിദാസ്, റിയാസിനെ പിന്നെ ഞാൻ കണക്കിലെടുത്തിട്ടില്ല. മാരാറ് ഇപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ്, സ്വയം കോമാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും. പിന്നെ ഇതിൽ വരുമ്പോൾ ഇതിൻ്റെതായ രീതിയിൽ നമ്മൾ കാണുക, അതിൽ ജഡ്ജസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഉള്ളതിലൊരു പ്രതീക്ഷ രഞ്ജിനിയിലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ അങ്ങനെ പോകുന്നു. പിന്നെ എടുത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചിലവരൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിലും അനുമോള് അവളുടെ ഇമോഷൻ വെച്ചിട്ട് കരയുന്നത് കണ്ടിട്ട് കരച്ചിൽ കണ്ട് ഒരുപാട് ആൾക്കാർ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവൾ അത്രയും ജെന്യൂൻ ആയതുകൊണ്ടും അവളുടെ സങ്കടം കാണുമ്പോൾ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടും കൊണ്ട് നമ്മളും കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയും നാട്ടുകാർ സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടൊക്കെ എനിക്കുണ്ട്. ചിലവരൊക്കെ കരയുന്നത് കണ്ടപ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കരച്ചിലും വീട്ടിലും ഒക്കെ ആയിട്ട് പലരും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ആരുടെയും പേരുകളും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് ഞാനിതുവരെ പഠിച്ചിട്ടില്ല. ഇനി നമുക്ക് നോക്കാം വരും ദിവസങ്ങൾ. എന്തായാലും ദ റിയൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിന് മുന്നേയുള്ള അഗ്നി പരീക്ഷയിൽ കുറേ പേര് കോമണേഴ്സ് ആയിട്ടൊക്കെ ഉള്ളവരൊക്കെ നിൽക്കുന്നുണ്ട്, ഓരോ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്, ഗെയിം അത് ഇതൊക്കെ കാണിക്കുന്നുണ്ട്, പ്രഹസനങ്ങളും ഷോ ഓഫും അതിഗംഭീരമായ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എപ്പിസോഡ് അത്യാവശ്യം പറയത്തക്ക എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാം. എന്തായാലും ബിഗ് ബോസ് ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ പറയാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ വിഷയം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ചുവന്ന ഷർട്ടുമിട്ട് വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് 10-13 മിനിറ്റോളം ഉണ്ട് ആ വീഡിയോ. നിങ്ങൾ ഫുള്ളൊന്ന് കാണണം. അതിൻ്റെ ഇടയിൽ സായിയെ വലിച്ചിടുന്നുണ്ട്. എനിക്ക് യോജിപ്പില്ല സായിയെ വലിച്ചിട്ടതിൽ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ, എനിക്ക് യോജിപ്പില്ല. ഞാൻ അതൊക്കെ പൂർണ്ണമായിട്ട് പറഞ്ഞുതരാം. എന്തായാലും റോബിൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 15 രാവിലെ 10 മണിയാണ് സമയം. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം വേദലക്ഷ്മി അവിൽദേവ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്ന് ഒബ്സർവ് ചെയ്യായിരുന്നു. സോ നിങ്ങളെ കള്ളത്തരങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പൊളിച്ചടുക്കി തരാം. ഓക്കെ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, വ്യക്തമായിട്ടുള്ള എവിഡൻസുകൾ ഞാൻ കാണിച്ച് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ കള്ളത്തരം ഞാൻ പൊളിച്ചടുക്കി തരാം. വേദലക്ഷ്മി കഴിഞ്ഞ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രീൻഷോട്ടൊക്കെ വെച്ചിട്ട് ഒരു GPayന്റെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്. അത് ഫേക്ക് ആണ്, അത് AI ക്രിയേറ്റഡ് ആണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഞാൻ എന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൂടെ പിൻ ചെയ്ത് ഞാൻ ഒരു ഡ്രൈവിലാക്കി ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത 1-2 സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ടാണ് അത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷെ അത് നിങ്ങൾക്ക് അബദ്ധമായിട്ടേ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൂ. കാരണം ഇതിൽ വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ആരാണ് ആ ഫണ്ട് തന്നത്, ആ ഫണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നത് ഹരിപ്പാടുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ആ കംപ്ലീറ്റ് പ്രവീണുമായിട്ടുള്ള എന്റെ ചാറ്റും അബിൽദേവുമായിട്ട് അത് കഴിഞ്ഞ ട്രാൻസാക്ഷന്റെ ചാറ്റും കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, ഈച്ച് ആൻഡ് എവറി ചാറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഇവര് എന്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വരെയോ, ഞാൻ എന്തുകൊണ്ട് ലീഗലി പോയ ധൈര്യമായിട്ട് ഇവർ എന്റെ അടുത്ത് ഈ പറഞ്ഞിടക്ക് ലീഗലി വരെയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഇതേപോലെ ഒരു സ്ഥലത്തിരുന്ന് പ്രസ് മീറ്റിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കള്ളത്തങ്ങൾ പൊളിയും. ഒറ്റ കാര്യമുള്ളൂ, സീക്രട്ട് ഏജന്റ് വരെ വീഡിയോ ചെയ്യുന്നത് കണ്ടായിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ 2 സ്ക്രീൻഷോട്ടും ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഫേക്ക് ആണെന്നുള്ള രീതിയിൽ. അത് അബിലുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷനെ വന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ശരിയാണ്, എനിക്ക് HDFC ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ, പഞ്ചാബ് നാഷണൽ ബാങ്കേ ഉള്ളൂ. പക്ഷേ എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ എന്ന് പറഞ്ഞ ബ്രദറാണ്
ഈ പറഞ്ഞ അബിൽദേവിന്റെ അക്കൗണ്ടിലേക്ക് GPay ചെയ്ത് കൊടുത്തതും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്തു കൊടുത്തതും അതിനുള്ള കംപ്ലീറ്റ് എവിഡൻസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതെല്ലാം കാണണം. ഇതിലോടുകൂടി നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ബോധമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇത് വേദലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ്. ഈ GPay ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, ഇത് AI ക്രിയേറ്റഡ് ആണെന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. ഇത് അനന്തുവിൻ്റെ സ്റ്റോറിയാണ്. അതിനെപ്പറ്റിയുള്ള പുള്ളിക്കാരിയുടെ പ്രൊഫൈൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ ഒരു ട്രാൻസാക്ഷനെ പറ്റിയുള്ള സ്റ്റോറി മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ, താണ്ട അതിൽ ഈ പറഞ്ഞ ട്രാൻസാക്ഷനെ പറ്റി അതിൽ പുള്ളിക്കാരി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും വേദലക്ഷ്മിയുടെ ആ GPay ട്രാൻസാക്ഷനെ പറ്റി പറയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിനെ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പുറം രാജ്യങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടും ചില്ലറ കോയിനെ കൈ കാണുന്നത് ഫുൾ ഗൂഗിൾ പേ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. റോബിനെ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ വരും? 2 എന്ന് മാത്രമായിരിക്കും, മനസ്സിലായോ? 2 ഫ്രം ഒന്നും എവിടെയും വരില്ല. അല്ലെങ്കിൽ ഇത് വരില്ല, 2 ഫ്രം എന്ന് വരില്ല. പിന്നെ മാത്രമല്ല, റോബിൻ രാധാകൃഷ്ണൻ എന്നാണെങ്കിൽ മുകളിൽ F എന്നല്ല 6 എന്നാ വരിക. ഇതുണ്ട്, ഇതിന് മുകളിൽ 6 എന്നാ. ഇത് F എന്നാണ്, മനസ്സിലായില്ലേ? ഇത് വേറൊരു സ്ക്രീൻഷോട്ട്. ഇത് 1 ലക്ഷം രൂപേന്റെ, ഇത് 75,000 രൂപേന്റെ. ഒന്ന് 1 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ ആണ്, ഒന്ന് 75,000ത്തിന്റെ ട്രാൻസാക്ഷൻ ആണ്. ഒന്ന് 15 മാർച്ചിന് നടന്നതാണ്, മറ്റത് 13 മാർച്ചിന് നടന്നതാണ്. ഈ 2 സ്ക്രീൻഷോട്ടിലും 2 ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് F, രണ്ടിലും F അല്ലേ, F എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇതിന്റെ പേര് സായി കൃഷ്ണൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ S ആണ് അവിടെ കാണിക്കുക. സ്നേഹ എന്നാണെങ്കിൽ S കാണിക്കുക. അശ്വിൻ എന്നാണെങ്കിൽ A എന്നാണ് കാണിക്കുക. 2 ഫ്രം റോബിൻ രാധാകൃഷ്ണന് എങ്ങനെ F കാണിക്കുമ്പോൾ? ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി അതും പോട്ടെ, ഇനി അടിയിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ 2 കിടക്കുന്നത് അബിൽദേവ് K. അടിയിൽ അബിൽദേവ് K ആണ് ഇതിൽ 2 കിടക്കുന്നത്. അബിലിനെ വിളിച്ച് ഞാൻ ഈ ഡേറ്റിൽ അബിലിന് പൈസ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബിൽ പറഞ്ഞു ഈ ഡേറ്റിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. മനസ്സിലായോ? ഈ ടൈമിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. പിന്നെ അബിൽദേവിൻ്റെക്ക് പൈസ വരുമ്പോൾ അത് അബിൽദേവിൻ്റെ വൈഫിൻ്റെ പേരാണ് കാണിക്കുക. അബിൽദേവിൻ്റെ ഗൂഗിൾ പേക്ക് പൈസ വരികയാണെങ്കിൽ അതിൽ വൈഫിൻ്റെ പേര് കാണിച്ചിട്ടാണ് ഈ സാധനങ്ങൾ വരിക. അപ്പം അത് പോട്ടെ, ഇനിയിപ്പോൾ 2 അബിലിന് കാണിച്ചു. പക്ഷെ ഇവിടെ 2 ഫ്രം മുകളിൽ റോബിൻ രാധാകൃഷ്ണൻ, അടിയിൽ 2 അബിലും. ഫ്രം പ്രവീൺ P. മനസ്സിലായോ? ഫ്രം വരുന്നത് പ്രവീൺ P. 2 അടിയിൽ ഫ്രമും 2ഉം വേറെ 2 ആൾക്കാർ, മുകളിൽ വേറെ 2 ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് ഏത് ഗൂഗിൾ പേ? എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഈ സാധനം തന്നെയാണ് ഇന്നലെ ലക്ഷ്മി എടുത്ത് സ്റ്റോറി ഇട്ടത്. ഓക്കെ, ലക്ഷ്മി ഇന്നലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇന്നലെ രാത്രി കണ്ട പാടെ ഞാൻ ആരെ വിളിച്ച്, അബിൽദേവിനെ വിളിച്ച് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി കൃഷ്ണയുടെ വീഡിയോ കണ്ടല്ലോ. അതിന്റെ അകത്ത് സായി പറയുന്നുണ്ട്, ആ 2 GPay ട്രാൻസാക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് പ്രവീൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് അബിൽദേവിന് ഫണ്ട് പോയിരിക്കുന്നത്. അതിന്റെ അകത്ത് എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി അബിൽദേവിന്റെ അടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ല എന്ന് വ്യക്തമായിട്ട് സായി ഇതിൽ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതെടുത്ത് ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മി സ്റ്റോറി ഇട്ടേക്കുന്നതും സായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനിയാണ് ഞാൻ എവിഡൻസുകൾ ഞാൻ കാണിക്കാൻ പോണം. ഇനി ഞാൻ കുറച്ച് സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ഞാൻ അയച്ചു തരാം. ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ എൻ്റെ വാട്സാപ്പ് ചാറ്റാണ്. അതിനകത്ത് മാർച്ച് 13 അബിൽദേവിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. GPay നമ്പറും കൂടെ എന്തായാലും ഇട്ടേരാ. ഇത് പ്രവീൺ ചേട്ടൻ്റെ വോയിസ് ആണ്. GPay നമ്പറും കൂടെ ആവശ്യപ്പെട്ട്. സോ പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ സ്ലിപ്പാണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണിക്കുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ചാറ്റാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. മാർച്ച് 13 പുള്ളിക്കാരൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തു. പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ SBI അക്കൗണ്ടിൽ നിന്നും എനിക്ക് വേണ്ടി അബിൽദേവിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് മാർച്ച് 15 അബിൽ എന്നെ വിളിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വന്നിട്ട് പ്രവീൺ ചേട്ടൻ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. 2 ലക്ഷം അബിൽദേവ് എന്ന് എഴുതിയിട്ടുണ്ട്, അർജന്റാണെന്ന് എഴുതിയിട്ടുണ്ട്. 75,000 രൂപ
പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിന് 75,000 രൂപ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ സ്ക്രീൻ റെക്കോർഡിൽ കണ്ടിരിക്കുന്നത്. അടുത്തത് 25,000 രൂപ പ്രവീൺ ചേട്ടൻ്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 25,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ സ്ലിപ്പാണിത്. അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടാ ഞാനിത് അബിലിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അബിലും ഞാനുമായിട്ടുള്ള ചാറ്റിൽ 1 lakh ട്രാൻസ്ഫർ ചെയ്തു. 75,000 + 25,000 കാര്യമാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് മാർച്ച് 18 ബുധനാഴ്ച പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിലിൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണുന്നത്. അതിൽ മുകളിൽ എൻ്റെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചാറ്റ് കണ്ടല്ലോ ഞാനും പ്രവീൺ ചേട്ടനുമായിട്ടുള്ള. അതിൻ്റെ അകത്ത് അബിൽ ദേവന് അയച്ചു കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അയച്ചിരിക്കുന്നത്. AI ജനറേറ്റഡ് ഒന്നുമല്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്താണ് ഞാൻ അതിൻ്റെ അകത്ത് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഞാനും അബിൽ ദേവും തമ്മിലുള്ള ചാറ്റിന്റെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഓക്കെ, താങ്ക് യു. ഇത് ഞാനും അബിൽ ദേവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ്. ഇതിൽ മാർച്ച് 12 പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരുന്നു. ഞാനത് ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നു. ആ ബെനിഫിഷ്യറി ആഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാർച്ച് 13 പുള്ളിക്കാരൻ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ് ഈ കാണുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ ICICI ബാങ്കിലേക്ക് 1 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ റെസിപ്റ്റ് 1 lakh ട്രാൻസ്ഫർഡ് എന്ന് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബ്രോ കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് മെസ്സേജ് ചെയ്തു. പുള്ളിക്കാരൻ നോക്കട്ടെ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 1 lakh ട്രാൻസ്ഫർഡ്, ബാലൻസ് 5 lakhs എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ്റെ GPay നമ്പർ ഞാൻ ചോദിക്കുന്നു. ഇത് പ്രവീൺ ചേട്ടൻ അബിൽ ദേവന് അയച്ചു കൊടുത്ത നിങ്ങൾ കണ്ട ആ ട്രാൻസാക്ഷൻ റെസിപ്റ്റാണ് ഈ കാണുന്നത്. അബിൽ ദേവന് ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്നു. SBI ബാങ്കിൽ നിന്ന് അയച്ചു കൊടുത്തിരിക്കുന്നത് 1 lakh ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് ടോട്ടൽ 2 lakhs. ഇനി പ്രവീൺ ചേട്ടൻ്റെ വോയിസ് 14 അബിൽ ദേവിന് അയച്ചു കൊടുത്ത ഫോർവേഡ് ചെയ്ത് നിങ്ങൾ കേട്ടു നോക്കൂ. അബിൽ ബ്രോ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് തന്നിരുന്നല്ലോ, അപ്പോൾ ഇന്നലെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളും ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് നമുക്ക് ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇന്നിപ്പം ഇന്നത്തെ നടക്കില്ല. അപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾ പറഞ്ഞ എമൗണ്ട് ഇട്ട് തരാൻ പറ്റും. നാളെ ഈവനിങ്ങോടുകൂടി 2 ഇട്ട് തരാം. പിന്നെ തിങ്കളാഴ്ച, കാരണം ഇനിയിപ്പം തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്യിക്കാം. ഇനിയിപ്പം നാളത്തെ ഇനി ക്യാഷ് കൊണ്ട് CDM ഇട്ട് അവിടുന്ന് ഫോർവേഡ് ചെയ്യിക്കാം. അത് 2 അക്കൗണ്ടിൽ നിന്നായിട്ട് 1 വീതം ഇട്ട് തന്ന് 1 ലക്ഷം വീതം ഇട്ട് തരാം. പിന്നെ 2 ലക്ഷം രൂപ നാളെ തരാൻ പറ്റും. ഇത് ഹരിപ്പാടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ വോയിസ് ആണ് ഞാൻ അബിൽ ദേവൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. അതിലെല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ട 75,000 രൂപ വീണ്ടും പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കേണ്ട ട്രാൻസാക്ഷൻ സ്ലിപ്പ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നും 25,000 രൂപ അബിൽ ദേവൻ അയച്ചു കൊടുത്തേക്കുന്നതിൻ്റെ സ്ലിപ്പ്. ഇപ്പോൾ ഈ 75ഉം 25ഉം കൂടെ ചേർത്ത് 1 ലക്ഷം രൂപ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് അബിൽ ദേവിൻ്റെ GPay നമ്പർ ഞാൻ മേടിച്ചിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ മാർച്ച് 16 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഓരോ റെസിപ്റ്റും ഞാനത് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. വേണ്ട 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു, 25,000 രൂപ. ഇതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അബിൽ ദേവിന് ആ സമയത്ത് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ഇത് മാർച്ച് 16 നടക്കുന്നതാണ്. ഓക്കെ, ബാലൻസ് 2,10,000 രൂപ. ഞാൻ വീണ്ടും എമൗണ്ട് 1,10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പുള്ളിക്കാരന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിൻ്റെ സ്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അതിൻ്റെ റെസിപ്റ്റാണിത്. ഓക്കെ, അപ്പോൾ ബ്രോ 5 lakhs ട്രാൻസ്ഫർഡ്, ബാലൻസ് 1 lakh. ഓക്കെ, 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ബാലൻസ് 1 ലക്ഷം രൂപ എന്നതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് വീണ്ടും കാശിൻ്റെ കാര്യം ചോദിക്കുന്ന അബിൽ ദേവ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാർച്ച് 18 പ്രവീൺ ചേട്ടൻ്റെ SBI അക്കൗണ്ടിൽ നിന്നും അബിൽ ദേവിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വീണ്ടും 1 ലക്ഷം രൂപ. ഓക്കെ, 1 ലക്ഷം രൂപയാണ് ഈ കാണുന്നത്. ഓക്കെ, വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത 1 ലക്ഷം രൂപ.
നിങ്ങൾക്ക് എവിഡൻസ് കിട്ടിയല്ലോ. അതിന്റെ അകത്ത് ഞാനും അബിൽദേവും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡും എന്റെ സുഹൃത്തായിട്ടുള്ള ഹരിപ്പാടുള്ള പ്രവീൺ ചേട്ടനും ഞാനും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻ റെക്കോർഡാണ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്ത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രോസ് ചെക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്മി ആ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫേക്ക് ആണ്, അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ലാതെ ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തത്? രണ്ടാമത്തെ കാര്യം, എനിക്ക് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിന്റെ അടുത്താണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നമ്പർ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് ബ്രോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിച്ചോ? ഇല്ലല്ലോ. നീ അവിടെ അബിൽദേവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അങ്ങനെ ഒരു ഫണ്ടേ വന്നിട്ടില്ല, ആ ഡേറ്റിൽ അങ്ങനെ ഒരു ട്രാൻസാക്ഷനേ ഇല്ലാന്ന് എന്ത് ചെയ്തു നീ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത് പ്രവീൺ ചേട്ടൻ എനിക്ക് വേണ്ടി അബിൽദേവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്തതിന്റെ സ്ലിപ്സ് ആണ് ഇതിൽ നിങ്ങൾ കാണുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് സായിയുടെ അടുത്ത് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്തിന്റെ അടിസ്ഥാനത്തിൽ? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പ് നിനക്ക് എന്നെ വിളിച്ച് ചോദിച്ചൂടെ? നീ ഒരു പ്രാവശ്യം എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഞാൻ ഈ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് അയച്ചെടുത്തില്ലേ? പിന്നെ എനിക്ക് അബിൽദേവിന്റെ അടുത്തും വേദലക്ഷ്മിയുടെ അടുത്തും ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ കള്ളങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞോണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ തന്നെ ഞാൻ എവിഡൻസ് എന്ത് ചെയ്തു കാണിച്ചില്ലേ? നിങ്ങള് സത്യസന്ധരാണ്, സിൻസിയർ ആണെങ്കിൽ പാലവരട്ടം പോലീസ് സ്റ്റേഷനിൽ വാ. നിങ്ങൾക്ക് കാണിക്കാനുള്ള എവിഡൻസ് നിങ്ങൾ കാണിക്കൂ, എനിക്ക് കാണിക്കാനുള്ള എവിഡൻസ് ഞാൻ കാണിക്കാം. ആരുടെ ഭാഗത്താ ശരി എന്നുള്ളത് സത്യം ചെയ്യിക്കട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? ഞാൻ വരാൻ വില്ലിങ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളെ കള്ളം പൊളിഞ്ഞോ? നിങ്ങൾ സ്റ്റോറി ഇട്ടാൽ നിങ്ങളെ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ ഫേക്ക് ആണെന്നുള്ള സ്റ്റോറി നിങ്ങൾ പൊളിഞ്ഞോ? ഇതേപോലെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പൊളിക്കാൻ എന്നെ കൊണ്ട് പറ്റും, മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ നിയമത്തിന്റെ മുന്നിലേ ഞാൻ പോകുന്നുള്ളൂ. ഇതേപോലെ സത്യം പറഞ്ഞ ഈ പറഞ്ഞ എനിക്ക് ചാറ്റ് ഒന്നും എടുത്തിട്ടാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാ. പക്ഷെ ഇതേപോലെ മൊത്തത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടാ ഞാൻ പറഞ്ഞ. ഇത് കാണുന്ന ഓരോ യൂട്യൂബേഴ്സും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ജെന്യുവൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിലേക്ക് എത്തിക്കുക. താങ്ക് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിൻ്റെ അകത്ത് കിടന്ന് അടി വയ്ക്കാണ്ട് ഇനിയിപ്പോൾ സായിയുടെ അടുത്തും എല്ലാം പറയണ്ടേ, സായി വിളിച്ച് പറയണേ ഇങ്ങനെയാണത്, സായിയുടെ ഉളുപ്പുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, നിങ്ങളെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, കുറേ ഉടായ്പകൾ ചേർന്ന് കടലിൻ്റെ നടുക്ക് പോയിട്ട് ആ കഥ തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. കാരണം എനിക്ക് അതേ ഫീൽ ചെയ്യുന്നുള്ളൂ. കുറേ ഉടായ്പകൾ ഒരു കപ്പലെടുത്ത് തുഴയുന്നു, പോകുന്നു, കടലിൻ്റെ നടുക്ക് പോയി അടി കൂടുന്നു, മുങ്ങിച്ചാവുന്നു. ഇതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത് ഇതിന് അപ്പുറത്തെ എക്സ്പ്ലനേഷൻ, ഇപ്പുറത്തെ എക്സ്പ്ലനേഷൻ, ഒരു മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും നല്ല റീച്ചുകൾ ഉണ്ടാകുന്നുണ്ട്, സന്തോഷം. കാശുണ്ടാക്കി, കാശല്ലേ കൊടുക്കാനുള്ള, കാശല്ലേ കിട്ടാനുള്ള. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കാശുണ്ടാക്കുന്ന ഒരു പ്രോസസ്സും കൂടി നടക്കട്ടെ. എല്ലാം ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയായി മാറട്ടെ. എന്തായാലും ഓഗസ്റ്റ് 15 റോബിൻ ചുവന്ന ഷർട്ടുമിട്ട് വന്ന് നേരെ അടുത്ത് ഈ കടം വാങ്ങി എന്നെ കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ അതും ഇതുമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ, ഈ ടൂം ഫ്രമും എങ്ങനെ ഒരുമിച്ച് വന്നു? ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഗൂഗിൾ പേയുടെ, ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇനി വേദലക്ഷ്മി തുടങ്ങിയട്ടെ. ഗുഡ് മോർണിംഗ്. യൂഷ്വലി ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് ആൾക്കാരുടെ സമയം കളയാനും എന്റെ സമയം കളയാനും ഒക്കെ യൂഷ്വലി ചെയ്യാത്ത ഒരാളാണ്. ഇത് ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്നൊരു ആവശ്യകത പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിയമപരമായിട്ട് പോവാതെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഒരാളെ ഇങ്ങനെ അപകീർത്തിപ്പെടുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടുള്ളത്. മാർച്ച് 31 ഈ വർഷം മാർച്ച് 31 ഒരു കേസ് ഫയൽ ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞത് FIR-ലോട്ട് എത്തുമ്പോഴത്തേക്കും കരഞ്ഞ് കാല് പിടിച്ച് FIR മാറ്റിച്ച് എന്റെ അടുത്ത് മാപ്പ് അപേക്ഷിച്ചിട്ട് വീണ്ടും പൈസ തരാന്ന് പറഞ്ഞ് പിന്നെയും പറ്റിച്ചോണ്ടിരിക്കുന്ന ഒരാളെക്കെതിരെയാണ് പിന്നെ എനിക്കെതിരെ സൈബർ പ്രൊട്ടക്ഷൻ കൊടുത്തതിന്റെ പേരിൽ ഞാൻ ഇപ്പോ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. എത്രയോ ആൾക്കാരെ ഇതേ സെയിം ഫോർമാറ്റിൽ പറ്റിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റോബിൻ ഒരു കാര്യം ഓർത്തു, എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഞങ്ങള് പുറത്തോട്ട് വന്ന് ഈ കാര്യം പറഞ്ഞത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കൊണ്ടല്ല, എന്തെങ്കിലും ഭാവി കരിയർ തകർക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെയ്യുന്ന ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇതുപോലെ ചതിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, അത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അടുത്തൊരാളെ നിങ്ങൾ ചതിക്കാതിരിക്കുകയുള്ളൂ. അതാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ള എയിം. അതുകൊണ്ട് ഞാനിതൊന്നും പിന്നോട്ട് പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അമ്മ മരിച്ചൊരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ എനിക്ക് സാധിക്കും? എനിക്ക് കണ്ണിച്ചോരയില്ലേ, മനസാക്ഷിയില്ലെന്ന്. കണ്ണിച്ചോരയും മനസാക്ഷിയും കുറച്ച് കൂടിപ്പോയതെയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന അബിലിന്റെ ഒക്കെ അമ്മ കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ മരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഫണ്ട് ഇപ്പൊ കൊടുക്കാൻ ഒരാള് ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അബിലിന്റെ ആരോ മരിച്ചത് കൊണ്ടാണ് അബില് പൈസ കൊടുക്കാഞ്ഞതെന്നും അതുകൊണ്ട് ആ ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കാണിച്ചിരിക്കുന്നുണ്ടു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അബിലിന്റെ അമ്മയ്ക്കൊരു ആക്സിഡന്റൽ ഡെത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ബാക്ക് ടു ബാക്ക് വിളിച്ച് ഇത് ചെയ്തോണ്ടേ ഇരുന്നപ്പോ, ശല്യം ചെയ്തോണ്ടേ ഇരുന്നപ്പോഴത്തേക്കും ഞാനായിരുന്നു ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഒന്ന് വെയിറ്റ് ചെയ്യൂ,
അത്രയും ക്രിറ്റിക്കലാണ് എന്നുള്ള മെസ്സേജ് ഞാനതിപ്പോ ഇവിടെ ഇട്ടേക്കാം. ആ മെസ്സേജസ് ഒക്കെ അപ്രകാരം. അപ്പോ റോബിന് ഭയങ്കര സ്നേഹമായിരുന്നു. എന്ന് വെച്ചാൽ അയ്യോ അങ്ങോട്ട് വരട്ടെ, ആന്റിയെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇതിലല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ പൈസ ചോദിച്ച് വിളിച്ചോണ്ടിരിക്കുന്നത്. പൈസ എന്തിനാ കടം ചോദിച്ച് വിളിക്കുന്നത്? ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലുമല്ല, പൈസ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കിട്ടാനുള്ള പൈസക്ക് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഹോസ്പിറ്റലാണെന്നോ അതിന്റെ ഒരു ക്ഷമ കാണിക്കണോ എന്നുള്ളത് പുള്ളിക്കില്ല. ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞു. ആ മരിച്ച അമ്മയെ കുറിച്ചാണ്, ആന്റിയെ കുറിച്ചാണ് ഈ അടുത്ത് സ്വന്തം മാതാവ് മരണപ്പെട്ട മാതാവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാതാവിന്റെ വിയോഗത്തിൽ ഒത്തിരി ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന റോബിൻ രാധാകൃഷ്ണൻ ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. അതിന്റെ അമ്മ മരിച്ചുപോയ അമ്മയെ കുറിച്ച് ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. അപ്പോ ഒന്ന് കേട്ടു നോക്കൂ. അപ്പോ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എന്തിന്റെ ബേസിസിലാണ് ആൾക്ക് അമ്മ മരിച്ചു എന്നുള്ളൊരു കൺസിഡറേഷൻ, പിന്നെ അമ്മ മരിച്ച് 41 തികയുന്ന സമയം വരെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും ഇറങ്ങിയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് മരിച്ചിട്ടൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയത്തിന്റെ ഇടയ്ക്കാണ് ആളിറങ്ങി സൈബർ കൊട്ടേഷൻ കൊടുത്ത് ഇതിപ്പോ വേറൊരു നറേറ്റീവ് ആക്കണം, പൈസ തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യം ത്തിലോട്ട് എത്തിക്കാതെ വേറൊരു നറേറ്റീവ് ആക്കണം. ഇന്നലെ കണക്കിന് പേപ്പറുമായിട്ട് വന്നില്ലേ? എടുത്ത് വെക്ക്, എന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? അതും കൂടെ എടുത്ത് പബ്ലിഷ് ചെയ്യുക. പൈസ വാങ്ങിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്. അതെല്ലാം അക്കൗണ്ട് ത്രൂ ഉള്ളതും കൂടെ കാണിച്ചു കൊടുക്ക്. എന്താണ് ഇങ്ങനെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? what are you trying to prove? പറ്റിക്കുന്നതിനും മണ്ടന്മാരാക്കുന്നതിനും ഒരു പരിധിയുണ്ട്. 1-2 ആൾക്കാരല്ല, കുറച്ച് നാളുകളല്ല, ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. പൈസ തിരിച്ചു തരണം, അത് എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അല്ലാതെ നാടകം കളിച്ചിട്ടോ, ഇനിയിപ്പോ അടുത്ത നാടകം പോലെ ഇനി കാണാൻ പോകുന്നത്, ഞാൻ എന്താ പറയണ്ടേ, എനിക്കൊരു ഇൻക്യൂഷൻ ഉണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കാന്ന്. ആളൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയേക്കാം, അല്ലെങ്കിൽ ആൾക്ക് നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ ആളുടെ തൊട്ടടുത്തുള്ള പാരന്റ്സോ സിബ്ലിങ്ങോ വൈഫോ അങ്ങനെ ആർക്കെങ്കിലും വയ്യാതായി എന്നുള്ളൊരിത്, ഒരു പൊറോട്ട നാടകം പണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതുപോലെ എന്തോ രക്തശ്രദ്ധിക്കുന്ന പോലെ ഒരു വീഡിയോ, അത് ഫേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നാണം എന്ന് പറഞ്ഞ സാധനം, നാണക്കേട് എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ലാത്തത് അറിയാം. പക്ഷെ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഞങ്ങൾക്കൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. ഇയാളുടെ പുറകെ നടന്ന് തന്റെ ഇതും വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട കാര്യം എനിക്ക് പേഴ്സണലി തീരെയില്ല, ഒട്ടുമില്ല. ഇഫ് യു ആർ മേക്കിംഗ് മീ ഡു ദിസ്, ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് യു ആർ എ കോൺ മാൻ, ഒരു സ്കാമർ. അത് പറ്റിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ നിർത്തിക്കണം എന്നുള്ളത് എന്റെ കൂടെ ആവശ്യമായി പോയി. കാരണം നിരപരാധികളായിട്ടുള്ള ഒത്തിരി പേര് എന്തുമാത്രം ഇപ്പൊ പറഞ്ഞ ഒരാള് തന്നെ ആളുടെ സേവിങ്സിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സേവ് ചെയ്ത് വെച്ച പൈസയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്തു തന്നെ. അത് പൊടിയുടെ ഫ്രണ്ടുമാണ്. അങ്ങനെ വന്ന ഒരു ബന്ധം, ദുബായിലുള്ള ഒരു പയ്യൻ. അപ്പോ എന്താണ് ഇതിനൊക്കെ ഒരു മിനിമം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇത് എന്താ, നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നശിപ്പിക്കാനോ, എനിക്കെന്തോ കൊട്ടേഷൻ എടുത്തിട്ട് വല്ലതും ഇതാക്കാനുണ്ടോ? അതിന് തകർക്കാനായിട്ട് നിങ്ങൾ ആരാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഓക്കെ, റീപേയ്മെന്റ് ചെയ്ത് ഇതൊന്ന് ക്ലിയർ ഓഫ് ചെയ്യൂ പ്ലീസ്. അതാണ് അവൻ ഒറ്റ തന്തയ്ക്ക് ഉറന്നാണെങ്കിൽ ഒറ്റ തന്തയുള്ളൂ. അവന്റെ അമ്മേനെ ഒറ്റ ഒരുത്തനാണ് ഊക്കിയിട്ടുള്ളെങ്കിൽ പറയാം പോലീസ് കംപ്ലൈന്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ 75 ലക്ഷം രൂപ കൊടുക്കണമെന്ന് വിത്ത് പ്രൂഫ് കൊടുക്കാൻ പറയാം. ഇല്ലെങ്കിൽ അവൻ തന്തയില്ലാത്തവനാ. മനസ്സിലായില്ലേ? ഞാനത് പറയുന്നു ബ്രോ. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ പരസ്പരം ഇങ്ങനെ അടിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ റോബിൻ ഇങ്ങനെ പറ്റിപ്പുകൾ നടത്തി ഇമാതിരി ഉടായ്പകൾ കാണിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അത് എക്സ്പോസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇനി ഇതുപോലെ ഇവൻ ആരും കൊണ്ട് കാശ് കടം കൊടുക്കല്ലേ, കാശ് കടം കൊടുത്ത് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇനി ആരും കാശ് കടം കൊടുക്കാതിരിക്കുക. പിന്നെ ഇത്രയും ലക്ഷങ്ങൾ ഇത്രയും എമൗണ്ടിൽ എന്തിനാണ് വാങ്ങി തള്ളിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ഓരോ സ്ഥലത്ത് വരുമ്പോൾ മറ്റേ ഒരുങ്ങിക്കെട്ടി ചമഞ്ഞ് മറ്റേ രാജാവിന്റെ വേഷമൊക്കെ ഇട്ട് പോകുന്നത് കാണാം. അപ്പൊ അതിനൊക്കെ കാശ് വേണം. പിന്നെ വണ്ടിയിൽ പെട്രോൾ അടിച്ച് കിടക്കാൻ കാശ് വേണം, തിന്നാൻ കാശ് വേണം, ഭാര്യയും കൊണ്ട് പോകുമ്പോൾ കാശ് വേണം. ഇതിനൊന്നും പണിക്ക് പോകാനോ വയ്യേ, ഒരു രീതിയിലും പണിക്ക് പോകുന്നില്ല. ഡോക്ടർ എന്ന പേരുണ്ട്, GG ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് മറ്റേ റിസപ്ഷനിലുണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് വർക്ക് ചെയ്തതായിട്ട് പണ്ട് വർക്ക് ചെയ്തതാണ്. എന്നാൽ അറിയാന്നുള്ള പണി ചെയ്ത് അതിന്റെ പിന്നാലെ പോകണമെന്നില്ല. ചുമ്മാ നാട്ടുകാരെ ഇങ്ങനെ വാങ്ങിച്ച് കടവും വാങ്ങിച്ച് കൂട്ടിയിട്ട് പറ്റിച്ചോണ്ട് നടക്കുന്നു. അപ്പൊ അതിനൊരു അറുതി വരുത്തരായി കൊടുക്കാനുള്ള പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽമെന്റിൽ ചെയ്യും. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ വേദലക്ഷ്മി ഇവരെല്ലാവരും കൂടി അവർക്ക് തലയ്ക്ക് ഓളമാണ്, നിന്നെ ഉടായ്പാണെന്ന് സമൂഹത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് മീറ്റും വിളിച്ച് കൂട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അവർക്ക് പൈസ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അത് തെളിയിക്കുക. അല്ലാതെ ഫ്രമും 2 ഒരുമിച്ചുള്ള സ്ക്രീൻഷോട്ട് എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ മണ്ടന്മാരല്ല നമ്മൾ. അതും കൂടി അത് മനസ്സിലാക്കുക. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും നല്ല രസമുണ്ട്. നിങ്ങൾ ഒന്നേ അടിച്ച് ചാവുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് എല്ലാം കൂടി ജയിലിൽ പോയി കിടാൻ കോടതിപരമായിട്ട് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഇതുപോലെ എക്സ്പോസ് ചെയ്ത് കളിക്കുക. നമുക്കിങ്ങനെ കണ്ടിരിക്കുക. പിന്നെ ബിഗ് ബോസ് ഒക്കെ വന്നടേ,
അപ്പോൾ ഇനി ഇതിൻ്റെ ഒന്നും സമയമില്ല നമുക്ക്, അതിൻ്റെ പിന്നാലെയൊക്കെ പോകണം. എന്നാൽ അഗ്നി പരീക്ഷയൊക്കെ വന്ന് അഗ്നി പരീക്ഷ എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. വലിയൊരു ഗുമ്മില്ല. നമുക്ക് തുടക്കത്തിലൊരു ഫീൽ ഇതെന്ന് തോന്നും. ആ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള. പോകെ പുറിയത് എന്ന് പറയുന്നത് പോലെ പോകുമ്പോൾ ശരിയാവുമായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ബുദ്ധിമുട്ട്